Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു കിടിലൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഹെൽത്തിയുമാണ്, നല്ല കിടിലൻ ടേസ്റ്റുമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതാ ഈ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിഷ നമ്മുടെ അവൽ ഹൽവയുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കി അയച്ചു തന്ന ഫോട്ടോ ആണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കി ഇതിൽ ഫോട്ടോ അയച്ചു തന്ന നല്ല അഭിപ്രായം പറഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അവൽ ഹൽവ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ റെസിപ്പികൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ അയച്ചു തരാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിനാണ് 1 ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലിന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ തന്നെ പാല് തിളപ്പിച്ച് വെക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ പാല് നമുക്ക് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുറിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം 4 ബ്രെഡ് പൊടിച്ചതിന് ശേഷം പിന്നീട് 4 ബ്രെഡ് പൊടിച്ചെടുക്കാം. അപ്പൊ ഒരുമിച്ചിട്ട് പൊടിച്ചാലും പൊടിഞ്ഞ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 4 ബ്രെഡ് എടുത്തത്. പിന്നീട് നമുക്ക് 4 ബ്രെഡ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പകുതി ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 8 സ്ലൈസ് ബ്രെഡാണ്. സാധാരണ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 4 എണ്ണം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 എണ്ണം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അതും ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് മുറിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ട് വേണം ഇതുപോലെ മുറിച്ചിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടച്ച് ഇതും കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്രെഡും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു മിക്സിയിൽ അരയ്ക്കുന്ന ജാർ എടുക്കുക. അതിലോട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1/2 കപ്പ് പഞ്ചസാര, ഏകദേശം 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് നൽകുന്നത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാലിൽ കലക്കി ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഏലക്ക ആണെന്നുണ്ടെങ്കിൽ 2 ഏലക്ക എടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഏലക്ക പൊടിച്ചിട്ടെടുക്കുമല്ലോ, അതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചത് കൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ ഒരു കേക്കിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാവരുടെ കയ്യിലും ഏലക്കപ്പൊടിയാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച മിക്സ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പകുതി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യം 1/4 കപ്പ് ഒഴിച്ചതിന് ശേഷം മാത്രമേ 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ മുട്ടയുടെ കൂടെ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മള് പാല് തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതുപോലെ വേണം ഇരിക്കാൻ. കൂടുതൽ കട്ടിയാവാൻ പാടില്ല, കൂടുതൽ ലൂസ് ആവാനും പാടില്ല.
ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാൽ ആദ്യമേ എടുത്ത് 1/2 ഗ്ലാസ് ഒഴിക്കാൻ പാടില്ല. ആദ്യം 1/4 കപ്പ് പാൽ ഒഴിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ പരുവം ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. എന്നിട്ട് മാത്രമേ നമ്മൾ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓരോ ബ്രെഡിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ നെയ്യൊന്ന് ഉരുകി വരട്ടെ. അപ്പൊ നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസ്, 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ 2 കളർ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പൊ സാധാരണ എല്ലാവരുടെ കയ്യിലും ഗോൾഡൻ കളറാണുള്ളത്, അത് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടുതൽ അങ്ങ് ബ്രൗൺ നിറം ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പൊടിച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അകത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ഞാൻ ചെറുതായിട്ട് കുഞ്ഞായിട്ട് മുറിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ സാധാരണ നമ്മൾ ബ്രെഡ് കഴിക്കാൻ മടുപ്പൊക്കെ തോന്നുമല്ലോ, കുട്ടികളായാലും വലിയവരാണെന്നുണ്ടെങ്കിലും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല കിടിലൻ ടേസ്റ്റും ആയിരിക്കും, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഹെൽത്തിയാണ്, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്. നിങ്ങളിത് ചൂടോടുകൂടി ഇടരുത്, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബ്രെഡ് നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ആ ബ്രെഡിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് നല്ലോണം കുതിർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം കട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കാം. നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ 1 കപ്പ് പാൽ എടുത്ത് വെക്കുക. ആദ്യം 1/4 കപ്പ് നമ്മൾ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കുക. രണ്ടാമത് ഒന്ന് നമ്മൾ ബ്രെഡിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടിയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ബ്രെഡ് ഇതുപോലെ മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കുറുകിയ പരുവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ബ്രെഡിൻ്റെയും പരുവ് ഓരോന്നാണ്. അപ്പോൾ ഓരോ കമ്പനിയുടെയും വ്യത്യാസം ഉണ്ടാവും ബ്രെഡുകൾ തമ്മിൽ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലത്തെ ഒരു ദോശക്കല്ലുണ്ടല്ലോ, ഇരുമ്പിന്റെ ദോശക്കല്ല്, അതെടുക്കുക. ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ അതും അല്ലെങ്കിൽ നമ്മൾ പഴയ ഫ്രൈ പാനൊക്കെ കാണുമല്ലോ, അതെടുത്താലും മതി. അതും അല്ലെങ്കിൽ ഒരു അലുമിനിയം തട്ട് എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു സാധനം എടുക്കുക. ഒരു ഇരുമ്പിന്റെ, ഞാനിപ്പോൾ ഇരുമ്പിന്റെ ഒരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അലുമിനിയം തട്ടാണെങ്കിൽ അത് ഉണ്ടായാലും മതി. അതിന്റെ പുറത്ത് വെച്ച് വേണം ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പാത്രം ഉണ്ടാവുമല്ലോ, വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപാത്രമോ അല്ലാതെ എന്തെങ്കിലും ഒരു പാത്രം, അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അത്ര മാത്രം മതി. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമ്മൾ ഈ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വശങ്ങളിലും എല്ലായിടത്തും നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ നമ്മൾ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചില ഉണ്ടോ, ഒരു തടിത്തവി ഉണ്ടോ, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ അത് പ്രത്യേകം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലൊരു ഹോൾ ഉണ്ടാവും ഇതുപോലത്തെ സോസ് പാനുകളിൽ. അപ്പൊ ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാൻ ഹോള് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദാ മാവ് ഒന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് ഇതുപോലെ അടച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ സ്റ്റീലിന്റെയോ അലുമിനിയത്തിന്റെയോ ഒക്കെ അടപ്പുകൾ കാണുമല്ലോ, അത് വെച്ച് അടച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ എന്താ പറ്റുന്ന കൂടുതൽ സമയം നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോൾ അടച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം കൂട്ടി ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാനിവിടെ വെച്ചു കൊടുത്തത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പൊ അതാ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ദോശക്കല്ലിൽ നിന്ന് നമുക്കിത് മാറ്റാം. വേറൊരു പാനിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് വിടിയിച്ചു കൊടുക്കണം, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഒരു പാൻ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഈ പാന് ഇങ്ങനെ കമത്തിയതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ പാനിലോട്ട് തന്നെ തിരിച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ അത് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ദോശക്കല്ലിൽ വെക്കുമ്പോഴത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കാൻ ഉള്ളത്. അപ്പൊ തീരെ ലോ ഫ്ലെയിമിലല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊന്ന് 1 മിനിറ്റ് ആവട്ടെ. അപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. കാണാൻ തന്നെ നല്ല രസമല്ലേ, കഴിക്കാനായിട്ട് അതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതാ നല്ലോണം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമല്ലേ, ഒരു കേക്കിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഇതാ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിഥികൾക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആണ്, അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയിൽ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്